NCERT ഫിസിക്സ് പ്ലസ് വണ്ണിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. നിങ്ങളെ പ്ലസ് വൺ പ്ലസ് ടു ഫിസിക്സിലേക്കുള്ള ബേസിക് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഏതെന്ന് പറഞ്ഞാൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്. ഓക്കെ, അതായത് ഡിഫറെൻറ്റ് ഫോർമുലാസും അതുപോലെ ഡിഫറെൻറ്റ് യൂണിറ്റുകളും ഈ ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് വൺ ഈസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞ ടേമാണ്. അതായത് നിങ്ങൾക്ക് ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ മെഷർ ചെയ്യാൻ കഴിയുന്ന എല്ലാ ക്വാണ്ടിറ്റികളെയും നിങ്ങൾ എന്തെന്ന് പറഞ്ഞ് വിളിക്കും? ദേ ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ദ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആയിട്ടോ ഇൻഡയറക്റ്റ്ലി ആയിട്ടോ അളക്കാൻ കഴിയുന്ന എല്ലാ ക്വാണ്ടിറ്റികളെയും നിങ്ങൾ എന്തെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക? ദേ ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ജസ്റ്റ് എക്സാമ്പിൾ, ലെങ്ത്ത് നിങ്ങൾക്ക് മെഷർ ചെയ്യാം. ദെർഫോർ ലെങ്ത് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, വോളിയം ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഏരിയ ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ടൈം എക്സെട്ര ഇവരൊക്കെ എന്ത് ക്വാണ്ടിറ്റി ആയിട്ട് അവരെയാണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റി. കാരണം എന്താ? ഇവരെല്ലാവരെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മെഷർ ചെയ്യാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നിങ്ങൾ നോക്കിക്കോ. ഫിസിക്കൽ ക്വാണ്ടിറ്റിന നിങ്ങൾക്ക് രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫസ്റ്റ് വണ്ണിന് എന്തെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക? ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അല്ലെങ്കിൽ അവരെന്തെന്ന് പറഞ്ഞ് വിളിക്കൂ? ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ഇൻഡിപെൻഡൻ്റ് ഓഫ് ഈച്ച് അതർ. അതായത് ഈ ക്വാണ്ടിറ്റികൾ എന്ത് ചെയ്യുന്നില്ല? വേറെ ഒരു ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റി എന്തായിരിക്കും? ബേസിക് ടൈപ്പ് ക്വാണ്ടിറ്റി ആയിരിക്കും. ജസ്റ്റ് എക്സാമ്പിൾ എടുത്തു നോക്കുക. അതായത് നിങ്ങൾക്ക് ഈ ഫണ്ടമെൻ്റൽ ടൈപ്പ് ക്വാണ്ടിറ്റിയെ നിങ്ങൾക്ക് 7 ആക്കി ക്ലാസിഫൈ ചെയ്യാം. 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ് ബേസിക്കലി ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് മാസിനെ നിങ്ങൾക്ക് ഇനി ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? ഇല്ല, മാസാണ് ബേസിക് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ. അതുപോലെ ലെങ്ത് വേറെ ഒരു ബേസിക് ക്വാണ്ടിറ്റി, ടൈം, അതുപോലെ ഇലക്ട്രിക് കറണ്ട്, അതുപോലെ ടെമ്പറേച്ചർ, ലൂമിനസ് ഇൻറ്റൻസിറ്റി, അതുപോലെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇവരാണ് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഓർ ഇവരെയാണ് 7 ബേസിക് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 2 ടേമുകൾ ശ്രദ്ധിച്ചോ. ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ബൾബൊക്കെ ഉണ്ടല്ലോ, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ തീവ്രത മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ആരെന്ന് പറഞ്ഞാൽ ലൂമിനസ് ഇൻറ്റൻസിറ്റി. അതുപോലെ നെക്സ്റ്റ് ടേം കണ്ടാൽ നിങ്ങൾ, അതായത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കെമിസ്ട്രിയിൽ അതുപോലെ സാൾട്ടിൻ്റെ കെമിക്കലിൻ്റെ ഒക്കെ ഒരു എമൗണ്ട് അളക്കാൻ വേണ്ടി യൂസ് ചെയ്യല്ലോ. ആ എമൗണ്ട് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഏതെന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞ് വിളിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നിങ്ങൾക്ക് 2 ആക്കി ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വണ്ണിനെ നിങ്ങൾ ഫണ്ടമെൻ്റൽ ഓർ ബേസിക് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ് വിളിച്ചു. സെക്കൻഡ് വണ്ണിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ, സെക്കൻഡ് വണ്ണിനെ നിങ്ങൾ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക. എന്തെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക? ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതായത് ഈ ടൈപ്പ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റിൻ്റെ പ്രത്യേകത, ഇവരെ നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ കഴിയുന്ന ക്വാണ്ടിറ്റികളെ നിങ്ങൾ എന്തെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക? ദേ ആർ കോൾഡ് ഡിറൈവ്ഡ് ടൈപ്പ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ശ്രദ്ധിച്ചോ നിങ്ങൾ. ഏരിയ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുക. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് വരിക. ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതായത് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലോ അതും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലേ വരുന്നത്? അവരൊക്കെ ബേസിക് ക്വാണ്ടിറ്റിയാണ്. ഇവരെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും?
കിട്ടി? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആയ ഏരിയയെ കിട്ടി. അതുപോലെ നിങ്ങൾ നോക്ക്, വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞിട്ടാണ് വരിക? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ് വരിക. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞിട്ടാണ് വരിക? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളത് ലെങ്ത്തിൻ്റെ വേറെ ഒരു പേരാണ് അല്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു ബേസിക് ക്വാണ്ടിറ്റിയാണ്. ടൈം എന്നുള്ളത് വേറെ ഒരു അതായത് ബേസിക് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. ഇവരെ രണ്ടുപേരെയും കൂടി ഡിവൈഡ് ചെയ്ത ടൈമിൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? വെലോസിറ്റി കിട്ടി. അതുപോലെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ജസ്റ്റ് എക്സാമ്പിൾ വേണമെങ്കിൽ നോക്കിക്കോ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. അതായത് ആക്സിലറേഷൻ ഈക്വൽ ടു വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ് ഇത്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇതെന്ന് പറഞ്ഞാലും എന്തെന്നാ? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ് വരിക. മൊമെൻറ്റം ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ് കേട്ടോ. പി എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ് മൊമെൻറ്റം ഡിനോട്ട് ചെയ്യുക. പി എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് വരിക. ഈ മൊമെൻറ്റം എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഒരു ഡിറൈവ്ഡ് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ഇനി ഈ ടൈപ്പ് ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡിനെ നിങ്ങൾ വിളിക്കുന്ന പേരെന്താണ്? ഫിസിക്കൽ യൂണിറ്റ്. ജസ്റ്റ് എക്സാമ്പിളായിട്ട് പറയാം, നിങ്ങൾക്ക് 10 മീറ്റർ എന്നാണ് നിങ്ങൾ എഴുതുന്നത്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാം. അതായത് 10 മീറ്റർ, അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ശരിക്കും എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടാവും, ഒരു യൂണിറ്റും ഉണ്ടാവും. ഈ 10 മീറ്റർ കണ്ടാൽ അറിയാം നിങ്ങൾക്ക് ഇതെന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ദിസ് ഈസ് ഡിസ്റ്റൻസ് അല്ലേ? കാരണം എന്താ? എം എന്ന് പറഞ്ഞാൽ മീറ്റർ, എം എന്ന് പറഞ്ഞാൽ മീറ്റർ വന്നാൽ അതെന്തായിരിക്കും? ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു സ്റ്റാൻഡേർഡ് എമൗണ്ട് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? വേറെ ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒരു സ്റ്റാൻഡേർഡ്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യും. ആ സ്റ്റാൻഡേർഡ് എമൗണ്ടിനെയാണ് നിങ്ങൾ എന്തെന്ന് പറഞ്ഞ് വിളിക്കുന്നത്? ഫിസിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ജസ്റ്റ് എക്സാമ്പിൾ എടുത്തോ. 10 സെക്കൻഡ് എന്നുള്ളത് സെക്കൻഡ് കണ്ടാൽ നിങ്ങൾക്ക് ഇതെന്താണെന്നറിയാം? ടൈമാണെന്നറിയാം. ഓക്കെ, അതുപോലെ 10 കിലോഗ്രാം കണ്ടെന്ന് വിചാരിച്ചോ. 10 കിലോഗ്രാം, ഈ കിലോഗ്രാം കാണുന്നത് നിങ്ങൾക്ക് എന്താണെന്നറിയാം? ദിസ് ഈസ് മാസ് അല്ലേ? മാസ്സാണ് വരുന്നതെന്നറിയാം. അപ്പോൾ ഇതിൽ ഈ കിലോഗ്രാം ആണ് എന്തെന്ന് പറഞ്ഞാൽ കിലോഗ്രാം ആണ് ഫിസിക്കൽ യൂണിറ്റ്. ഇതിൽ സെക്കൻഡാണ് ഫിസിക്കൽ യൂണിറ്റ്. ഇതിൽ മീറ്റർ ആണ് ഫിസിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചില സ്റ്റാൻഡേർഡുകൾ യൂസ് ചെയ്യും. ആ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയാണ് നിങ്ങൾ, ഓർ ആ സ്റ്റാൻഡേർഡിനെയാണ് നിങ്ങൾ എന്തെന്ന് പറഞ്ഞു വിളിക്കുന്നത്? ദേ ആർ കോൾഡ് ഫിസിക്കൽ യൂണിറ്റ്. ഓക്കെ, നെക്സ്റ്റ്, പണ്ട് കാലത്ത് നമ്മൾ യൂസ് ചെയ്തിരുന്ന കുറച്ച് സിസ്റ്റം ഓഫ് യൂണിറ്റിനെ കുറിച്ചാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് യൂണിറ്റ് സിസ്റ്റം. പണ്ട് കാലത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഫസ്റ്റ് വണ്ണ് നിങ്ങൾ നോക്കിക്കേ, CGS സിസ്റ്റം. സി എന്ന് പറഞ്ഞാൽ സി സെൻറ്റിമീറ്ററിനെ ഡിനോട്ട് ചെയ്യും, ജി എന്ന് പറഞ്ഞാൽ ജി ഗ്രാമിനെ ഡിനോട്ട് ചെയ്യും, എസ് എന്ന് പറഞ്ഞാൽ എസ് സെക്കൻഡിനെ ഡിനോട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സെൻറ്റിമീറ്റർ ആണ് യൂസ് ചെയ്യുക. ലെങ്ത്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സെൻറ്റിമീറ്റർ ആണ് യൂസ് ചെയ്യുക. മാസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗ്രാം ആണ് യൂസ് ചെയ്യുക. ടൈം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സെക്കൻഡ് ആണ് യൂസ് ചെയ്യുക. ആ ടൈപ്പ് സിസ്റ്റത്തെയാണ് നിങ്ങൾ എന്തെന്ന് പറഞ്ഞ് വിളിക്കുക? ദിസ് ടൈപ്പ് ഓഫ് സിസ്റ്റം ഈസ് നോൺ ആസ് എന്തെന്ന് പറഞ്ഞ് വിളിക്കും? CGS സിസ്റ്റം എന്ന് പറഞ്ഞ് വിളിക്കും. ഓക്കെ, നെക്സ്റ്റ് പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന വേറൊരു ടൈപ്പ് സിസ്റ്റമാണ്, യൂണിറ്റ് സിസ്റ്റമാണ് FPS, ഫൂട്ട് പൗണ്ട് സിസ്റ്റം എന്ന് പറയും. ഇതിനെ നിങ്ങൾ ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക. FPS എന്ന് പറഞ്ഞാൽ ഫൂട്ട് പൗണ്ട് സെക്കൻഡ്. ശ്രദ്ധിച്ചോ, ഫൂട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലെങ്ത്തിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുക. പൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ടൈമിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരെ യൂസ് ചെയ്യും? സെക്കൻഡിനെ യൂസ് ചെയ്യും.
ചെയ്യും. ദിസ് ടൈപ്പ് ഓഫ് സിസ്റ്റം ഈസ് നോൺ ആസ് FPS, ഫൂട്ട് പൗണ്ട് സെക്കൻഡ് എന്ന് പറഞ്ഞ് വിളിക്കും. എന്തെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക? ഫൂട്ട് പൗണ്ട് സെക്കൻഡ്. ദിസ് ഈസ് ഓൾസോ കോൾഡ് ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന വേറൊരു സിസ്റ്റമാണ് ഏതെന്ന് പറഞ്ഞാൽ MKS. എന്ത് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക? MKS സിസ്റ്റം എന്ന് പറഞ്ഞ് വിളിക്കും. അതായത് മീറ്റർ ആണ് നിങ്ങൾ ആരെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക? ലെങ്ത്തിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. കിലോഗ്രാം ആണ് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുക? മാസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അതുപോലെ സെക്കൻഡിനെ മെഷർ ചെയ്യാം, അതായത് സെക്കൻഡിലാണ് നിങ്ങൾ എന്ത് മെഷർ ചെയ്യുക? ടൈം മെഷർ ചെയ്യാം. ഓക്കെ, ലെങ്ത് ഈസ് മെഷേർഡ് ഇൻ മീറ്റർ, മാസ് ഈസ് മെഷേർഡ് ഇൻ കിലോഗ്രാം ആൻഡ് ടൈം ഈസ് മെഷേർഡ് ഇൻ സെക്കൻഡ്. ഈ ടൈപ്പ് സിസ്റ്റത്തെയാണ് നിങ്ങൾ എന്തെന്ന് പറഞ്ഞ് വിളിക്കുന്നത്? MKS. നമ്മൾ ഇപ്പം യൂസ് ചെയ്യുന്ന സിസ്റ്റവുമായിട്ട് വളരെയധികം സിമിലാരിറ്റി ഉള്ള ഒരു സിസ്റ്റമാണ് ഏതെന്ന് പറഞ്ഞാൽ MKS സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം വരാം, നമ്മൾ ഇപ്പോൾ ഏത് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു തുടക്കെടുത്തിട്ടുള്ള സിസ്റ്റങ്ങൾ ഒക്കെ CGS, FPS, MKS ഒക്കെ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന സിസ്റ്റമാണ്. അപ്പം നമ്മൾ ഇപ്പം യൂസ് ചെയ്യുന്നത് ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതിനെയാണ് നിങ്ങൾ എന്തെന്ന് പറഞ്ഞ് വിളിക്കുന്നത്? SI സിസ്റ്റം എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് SI സിസ്റ്റം. SI എന്ന് പറഞ്ഞാൽ എന്താ? സിസ്റ്റം ഇൻ്റർനാഷണൽ. സിസ്റ്റം ഇൻ്റർനാഷണൽ. ഇൻ്റർനാഷണലി അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് സിസ്റ്റമാണ് ഏതെന്ന് പറഞ്ഞാൽ SI സിസ്റ്റം എന്ന് പറഞ്ഞാൽ. SI സിസ്റ്റത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, SI സിസ്റ്റത്തിൽ 7 ഫണ്ടമെൻ്റൽ യൂണിറ്റും അതുപോലെ തന്നെ 2 സപ്ലിമെൻ്ററി യൂണിറ്റുകളും ഉണ്ട്. SI സിസ്റ്റത്തിൽ 7 ഫണ്ടമെൻ്റൽ യൂണിറ്റുകളും 2 സപ്ലിമെൻ്ററി യൂണിറ്റുകളും ഉണ്ട്. ഏതാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇവിടെ പറയുന്നത് 7 ഫണ്ടമെൻ്റൽ യൂണിറ്റുകളാണ്. 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്. അതായത് SI സിസ്റ്റത്തിൽ ലെങ്ത്തിനെ നിങ്ങൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് മീറ്റർ ആണ് യൂസ് ചെയ്യുക. ലെങ്ത് ഈസ് മെഷേർഡ് ഇൻ മീറ്റർ. അതുപോലെ മാസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കിലോഗ്രാം ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അതുപോലെ ടൈമിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് യൂസ് ചെയ്യും? സെക്കൻഡ് യൂസ് ചെയ്യും. ടൈം ഈസ് മെഷേർഡ് ഇൻ സെക്കൻഡ്. ഓക്കെ, ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ SI സിസ്റ്റം ഏതാണ്? കെൽവിൻ ആണ് യൂസ് ചെയ്യുക. വേറെയും പല യൂണിറ്റുകളും ഉണ്ട്, പക്ഷേ ഇതിൽ SI സിസ്റ്റത്തിൽ വരെ ഏതാണ്? കെൽവിൻ. വേറെ നിങ്ങൾക്കറിയാലോ, ടെമ്പറേച്ചറിൻ്റെ ഡിഗ്രി സെൽഷ്യസ് ഒരു യൂണിറ്റാ, ഫാരൻഹീറ്റ് വേറൊരു യൂണിറ്റാ. പക്ഷേ നമ്മൾ SI സിസ്റ്റത്തിൽ യൂസ് ചെയ്യുക കെൽവിൻ എന്ന് പറഞ്ഞ യൂണിറ്റാണ്. ഓക്കെ, അതുപോലെ 5th വൺ ആണ് ഏതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിനെ നിങ്ങൾ മെഷർ ചെയ്യുക ആംബിയർ. ആംബിയർ എന്ന് പറഞ്ഞ യൂണിറ്റിലാണ് ഇലക്ട്രിക് കറണ്ടിനെ മെഷർ ചെയ്യുക. അതുപോലെ ലൂമിനസ് ഇൻറ്റൻസിറ്റി, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ഏതെന്ന് പറഞ്ഞാൽ ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. ആ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിൻ്റെ യൂണിറ്റ് ആണ് ആരെന്ന് പറഞ്ഞാൽ കാൻഡില. മറന്നു പോകരുതേ, കാൻഡില. കാൻഡില ലെറ്റർ നോക്കണം. കാൻഡില എന്ന് പറഞ്ഞിട്ട് യൂണിറ്റ് ആണ് എന്തിന് യൂസ് ചെയ്യുക? കാൻഡില, ഡിനോട്ടഡ് ബൈ CD. ഡിനോട്ടഡ് ബൈ CD. കാൻഡില ഈസ് ദ SI യൂണിറ്റ് ഫോർ ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ലൂമിനസ് ഇൻറ്റൻസിറ്റി. അതുപോലെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നിങ്ങൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരെ യൂസ് ചെയ്യും? മോൾ. മോൾ ഈസ് ദ യൂണിറ്റ് ഫോർ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എത്രയാണോ ഒരു സബ്സ്റ്റൻസിൻ്റെ എമൗണ്ട് ഉള്ളത് അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ആരെന്ന് പറഞ്ഞാൽ മോൾ. MOLE. അതിനെ യൂണിറ്റ് വൈസ് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? ദാറ്റ് ഈസ് മോൾ എന്ന് പറഞ്ഞ് എഴുതും. അതിനെ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുക യൂണിറ്റ് വൈസ് എങ്ങനെയാണ്? MOL എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യും. ഓക്കെ, നമ്മൾ പറഞ്ഞ് SI സിസ്റ്റത്തിൽ 7 ഫണ്ടമെൻ്റൽ യൂണിറ്റുകളും അതുപോലെ 2 സപ്ലിമെൻ്ററി യൂണിറ്റും ഉണ്ടെന്ന്. 2 സപ്ലിമെൻ്ററി യൂണിറ്റുകളുണ്ട്. സപ്ലിമെൻ്ററി യൂണിറ്റിലെ ഫസ്റ്റ് വൺ ആണ് ആരെന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആംഗിൾ. പ്ലെയിൻ ആംഗിൾ. പ്ലെയിൻ ആംഗിളിൻ്റെ സപ്ലിമെൻ്ററി യൂണിറ്റ് ഏതാ വരുന്നത്? റേഡിയൻ. റേഡിയൻ. എന്താണ് പ്ലെയിൻ ആംഗിൾ എന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. അതായത് ഞാൻ എന്ത് ചെയ്ത്, ഒരു സർക്കിളിനെ ഞാൻ കട്ട് ചെയ്ത്, ആർക്ക് വൈസ് ഞാൻ കട്ട് ചെയ്ത്. ഓക്കെ, സർക്കിളിനെ ഞാൻ ആർക്ക് വൈസ് കട്ട് ചെയ്ത് ഈ ആംഗിൾ കണ്ടില്ലേ നിങ്ങൾ പ്ലെയിനിൽ ഫോം ചെയ്യുന്ന ഇതിനെയാണ് നിങ്ങൾ തീറ്റ അല്ലെങ്കിൽ പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞ് വിളിക്കുക. ഇവിടെ ഒരു ലെങ്ത്ത് നോക്ക് നിങ്ങൾ, AB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെങ്ത്ത്. ഈ AB ആണ് നിങ്ങൾ എന്തെന്ന് പറഞ്ഞ് വിളിക്കുക?
ആർക്ക് ലെങ്ത്ത്. ആർക്ക് ലെങ്ത്ത് എന്ന് പറഞ്ഞ് വിളിക്കുക. എ ബിനെയാണ് നിങ്ങൾ എന്തെന്ന് പറഞ്ഞ് വിളിക്കുക? ആർക്ക് ലെങ്ത്ത്. ഈ ആർക്ക് ലെങ്ത്തിനെ ഞാൻ സ്മോൾ ലെറ്റർ എൽ എന്ന് പറഞ്ഞ ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്ത്. ഇത് സെൻറ്റർ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അതായത് ഇവിടെ നിന്നും ബിയിലോട്ടുള്ള ഡിസ്റ്റൻസിനെ ഞാൻ എന്തെന്ന് പറഞ്ഞു കൊടുത്ത്? ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞു കൊടുത്ത്. അങ്ങനെയാണെങ്കിൽ ദ പ്ലെയിൻ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു എങ്ങനെ പറഞ്ഞു ചെയ്താൽ നിങ്ങൾക്ക്? ആർക്ക് ലെങ്ത്ത് ഡിവൈഡഡ് ബൈ എന്തെന്ന് പറഞ്ഞു എഴുതാം? ആർക്ക് ലെങ്ത്ത് ഡിവൈഡഡ് ബൈ എന്തെന്ന് പറഞ്ഞു എഴുതാം? റേഡിയസ്. ആർക്ക് ലെങ്ത്ത് ഡിവൈഡഡ് ബൈ എന്തെന്ന് പറഞ്ഞു എഴുതാം? റേഡിയസ് എന്ന് പറഞ്ഞു എഴുതാം. ആർക്ക് ലെങ്ത്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. ദെർഫോർ തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത്ത് എത്രയാണ് കൊടുത്തത്? എൽ ഡിവൈഡഡ് ബൈ റേഡിയസ് എത്രയാണ്? റേഡിയസിൻ്റെ വാല്യൂ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞു കൊടുക്കാം. ദെർഫോർ ദ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞു എഴുതാം? ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് എന്ന് പറഞ്ഞു എഴുതാം. ഓക്കെ. അപ്പം പ്ലെയിനിൽ ഫോം ചെയ്യുന്ന ആംഗിൾ അതിനെയാണ് നിങ്ങൾ എന്തെന്ന് പറഞ്ഞു വിളിക്കുന്നത്? പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞു വിളിക്കുന്നത്. അതിൻ്റെ യൂണിറ്റാണ് SI യൂണിറ്റാണ് ഏതെന്ന് പറഞ്ഞാൽ റേഡിയൻ. ഏത് ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യും? RAD എന്ന് പറഞ്ഞ ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യും. റേഡിയൻ RAD എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യും. നോക്കുക നിങ്ങൾക്ക്, അതായത് നിങ്ങളൊരു സർക്കിൾ എടുത്ത്, ഓക്കെ, സർക്കിളിൻ്റെ സെൻറ്റർ ഞാൻ കൊടുത്തു. ഈ സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? റേഡിയന് മാത്രമല്ല യൂണിറ്റ്, റേഡിയൻ SI യൂണിറ്റിലാണ് വരിക. നിങ്ങൾക്കറിയാലോ ആംഗിളിൻ്റെ വേറൊരു യൂണിറ്റ് എന്താ? കോമൺലി യൂസ്ഡ് യൂണിറ്റ് ഏതാ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആംഗിളിൻ്റെ കോമൺലി യൂസ്ഡ് യൂണിറ്റ് ആണ് ഏതെന്ന് പറഞ്ഞാൽ ഡിഗ്രി. ആംഗിളിനെ നിങ്ങൾ എന്തിലാണ് മെഷർ ചെയ്യല്? മെയിൻലി ഡിഗ്രിയിലല്ലേ മെഷർ ചെയ്യല് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ. ഒരു സർക്കിൾ എടുക്കുകയാണെങ്കിൽ ആ സർക്കിൾ എന്ന് പറഞ്ഞാൽ, അതായത് സർക്കിളിൻ്റെ സെൻറ്റർ ഉണ്ടാക്കുന്ന ടോട്ടൽ ആംഗിൾ എത്രയാ? 360 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടല്ലേ വരിക. സർക്കിളിൻ്റെ സെൻറ്റർ ഉണ്ടാക്കുന്ന ടോട്ടൽ ആംഗിൾ എത്ര എന്ന് പറഞ്ഞിട്ടാണ് വരിക? 360 ഡിഗ്രി. നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, 360 ഡിഗ്രിനെ നമ്മൾ വിളിക്കുന്നതാണ് 2π റേഡിയൻ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക. 360 ഡിഗ്രിനെ നിങ്ങൾ എന്തെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക? 360 ഡിഗ്രി ഈസ് കോൾഡ് 2π റേഡിയൻ. 360 ഡിഗ്രി ഈസ് കോൾഡ് 2π റേഡിയൻ. അങ്ങനെയാണെങ്കിൽ 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ വരിക? 180 ഡിഗ്രി ഈസ് ഈക്വൽ ടു, രണ്ട് സൈഡിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്ക്, LHS 180. ഇവിടെ എന്തെന്ന് പറഞ്ഞു വരും? പൈ റേഡിയൻ എന്ന് പറഞ്ഞു വരും. പൈ റേഡിയൻ എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഫോർമുല മോഡലാക്കുകയാണെങ്കിൽ 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞു എഴുതാം? പൈ ഡിവൈഡഡ് ബൈ 180 എന്ന് പറഞ്ഞു എഴുതാം. 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞു എഴുതാം? 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ ഡിവൈഡഡ് ബൈ 180 എന്ന് പറഞ്ഞു എഴുതാം. 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ ഡിവൈഡഡ് ബൈ 180 ഡിഗ്രി എന്ന് പറഞ്ഞു എഴുതാം. ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, അതായത് ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര വരിക? പൈ ഡിവൈഡഡ് ബൈ 180 റേഡിയൻ ആണ് വരിക. 180 റേഡിയൻ ആണ് വരിക. കുറച്ച് കൺവേർഷൻ നിങ്ങൾക്ക് നോക്കാം, ശ്രദ്ധിച്ചോ. നമ്മൾ എഴുതി ഫസ്റ്റ് കൺവേർഷൻ ഇവിടെ എഴുതി. 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാ? നോക്ക്, 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2π റേഡിയൻ ആണ് വരുന്നത്. അതുപോലെ 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ റേഡിയൻ ആണ് വരുന്നത്. അതുപോലെ നിങ്ങൾക്ക് നോക്കാം. നെക്സ്റ്റ് ഫസ്റ്റ് ചെക്ക് ചെയ്തോ, എന്താണ് 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ? 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര റേഡിയൻ ആണ് വരിക? 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര റേഡിയൻ ആണ് വരിക? ശ്രദ്ധിച്ചോ, നിങ്ങളെ ഫോർമുല എന്താ? 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ ബൈ 180 അല്ലേ? രണ്ട് സൈഡിലും 30 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ എന്താ വരിക നോക്കിക്കോ, 1 ഡിഗ്രി ഇൻറ്റു 30. 1 ഡിഗ്രി ഇൻറ്റു 30 ഈസ് ഈക്വൽ ടു RHS ചെയ്താൽ എന്താ വരിക? ഇക്വേഷൻ്റെ RHS ചെയ്താൽ എന്താ വരിക? പൈ ഡിവൈഡഡ് ബൈ 180. പൈ ഡിവൈഡഡ് ബൈ 180 ഇൻറ്റു എന്തെന്ന് പറഞ്ഞു വരും? പൈ ഡിവൈഡഡ് ബൈ 180 ഇൻറ്റു 30 എന്ന് പറഞ്ഞു വരും. ആര് ക്യാൻസലായി പോവും? 0 ക്യാൻസലായി. 3 എത്ര 18ൽ എത്ര പോവുക? ദാറ്റ് ഈസ് 6 ടൈം. ദെർഫോർ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു പൈ ബൈ 6 റേഡിയൻ ആണ്. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര വരിക? 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ ബൈ 6 റേഡിയൻ. അതായത് 30 ഡിഗ്രീനെ നിങ്ങൾക്ക് റേഡിയനിൽ എങ്ങനെ പറയാം? പൈ ബൈ 6 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ പറയാം. നെക്സ്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 45 ഡിഗ്രി എത്ര വരുന്നു ചെക്ക് ചെയ്ത് നോക്ക്. 45 ഡിഗ്രി എന്താ ചെയ്യുക? ഈ ഇക്വേഷൻ കണ്ടില്ലേ നിങ്ങൾ? ഈ ഇക്വേഷൻ്റെ LHSലും RHSലും 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്താ വരിക നോക്ക്?
അതായത് 1 ഡിഗ്രി ഇൻറ്റു 45 1 ഡിഗ്രി ഇൻറ്റു 45 ഈസ് ഈക്വൽ ടു പൈ ഡിവൈഡഡ് ബൈ എന്തെന്ന് പറഞ്ഞു വന്നേ 180 ഇൻറ്റു എത്ര എന്ന് പറഞ്ഞു വരൂ 180 ഇൻറ്റു 45 എന്ന് പറഞ്ഞു വരും. എത്ര വട്ടാ പോവുക? ദാറ്റ് ഈസ് 4 ടൈംസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ 180. therefore 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ ബൈ 4 റേഡിയൻ ആണ് വരിക. 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 45 ഡിഗ്രി ഈസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞിട്ട് വരും? 45 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ ബൈ 4 റേഡിയൻ. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്ത് നോക്കുക? 60 എങ്ങനെ ചെയ്യൂ? ഇക്വേഷൻ എന്താ? ഇതല്ലേ ഇക്വേഷന്. അപ്പോൾ എന്തെന്ന് പറഞ്ഞു വരൂ? 1 ഇൻറ്റു 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര റേഡിയൻ ആണ്? അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. 1 ഇൻറ്റു എന്തെന്ന് പറഞ്ഞ എഴുതി? 1 ഇൻറ്റു 60 ഈസ് ഈക്വൽ ടു പൈ ഡിവൈഡഡ് ബൈ 180 ഇൻറ്റു 60 എന്ന് പറഞ്ഞു വന്നു. ആര് ക്യാൻസലായി? 0 ക്യാൻസലായി. 61 വന്ന് ഇത് എത്ര വട്ടം വന്ന്? ദിസ് ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു എത്ര റേഡിയൻ വരാം? ദാറ്റ് ഈസ് പൈ ബൈ 3 റേഡിയൻ. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര റേഡിയൻ വരാം? 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ ബൈ 3 റേഡിയൻ എന്ന് പറഞ്ഞു വരാം. അതുപോലെ നെക്സ്റ്റ് നിങ്ങൾക്ക് ഒന്നും കൂടി കണ്ടെത്തിക്കോ. ദാറ്റ് ഈസ് നെക്സ്റ്റ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നോക്കണേ നിങ്ങൾ, 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര റേഡിയൻ ആണ് കിട്ടുക? 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഹൗ മച്ച് റേഡിയൻ? 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഹൗ മച്ച് റേഡിയൻ? അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ, 90 ഡിഗ്രി നിങ്ങൾ ഇക്വേഷൻ എന്തെന്നാ? 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക? പൈ ഡിവൈഡഡ് ബൈ എന്തെന്ന് പറഞ്ഞ് കിട്ടും? 180 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ 1ന് LHSൽ എന്ത് ചെയ്യുക? 90 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു പൈ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? പൈ ഡിവൈഡഡ് ബൈ 180 ഇൻറ്റു 90 എന്ന് പറഞ്ഞ് ചെയ്യാം. 0 ക്യാൻസലായി പോയി. 9ൽ എത്ര ടൈം? 2 ടൈംസ്. therefore 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ ബൈ 2 റേഡിയൻ. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര വരിക? 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ ബൈ 2 റേഡിയൻ എന്ന് പറഞ്ഞു വരും. കുറച്ച് സ്റ്റാൻഡേർഡ് വാല്യൂകളാണ് ഇതൊക്കെ, നിങ്ങൾ പഠിച്ചു വെക്കണം. അതായത് ഫസ്റ്റ് 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, പൈ ബൈ 6 റേഡിയനെയാണ് നിങ്ങൾ എന്തെന്ന് പറഞ്ഞ് വിളിക്കുക? 30 ഡിഗ്രി എന്ന് പറഞ്ഞ് വിളിക്കുക. 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ ബൈ 4 റേഡിയനെയാണ് നിങ്ങൾ 45 ഡിഗ്രി എന്ന് പറഞ്ഞ് വിളിക്കുക. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ ബൈ 3 റേഡിയനെയാണ് നിങ്ങൾ എന്തെന്ന് പറഞ്ഞ് വിളിക്കുക? പൈ ബൈ 3 റേഡിയൻ ഈസ് കോൾഡ് 60 ഡിഗ്രി. അതുപോലെ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ ബൈ 2 റേഡിയൻ ആണ് നിങ്ങൾ എന്തെന്ന് പറഞ്ഞ് വിളിക്കുക? 90 ഡിഗ്രി എന്ന് പറഞ്ഞ് വിളിക്കുക, പൈ ബൈ 2 റേഡിയൻ. അതുപോലെ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ച രണ്ടെണ്ണം ഉണ്ട്. അതായത് 180 ഡിഗ്രിനെ നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുക പൈ റേഡിയൻ എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ 360 ഡിഗ്രിനെ നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുക എങ്ങനെയാണ്? 2 പൈ റേഡിയൻ. അതായത് ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ടോട്ടൽ ആംഗിൾ എത്രയാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ റേഡിയനിൽ എന്താ പറയുക? ദാറ്റ് ഈസ് 2 പൈ റേഡിയൻ ആണ് എന്തെന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഓക്കെ, ദാറ്റ് ആംഗിൾ ഈസ് കോൾഡ്, ആ ആംഗിളിനെയാണ് നിങ്ങൾ എന്തെന്ന് പറഞ്ഞ് വിളിക്കുന്നത്? പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എവിടെ പഠിക്കും? മാത്സിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഇത് ആലോചിച്ച് വെക്കുക, എത്രയാണ്? അതായത് 30ൻ്റെ റേഡിയൻ എത്രയാണ്? 45ൻ്റെ 60, 90, 180, 360ൻ്റെ റേഡിയൻ വാല്യൂ എത്രയാണെന്നുള്ളത് ജസ്റ്റ് പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ശ്രദ്ധിച്ചോ നിങ്ങൾ. അതായത് നിങ്ങൾക്കറിയാം എന്ത്? 2 പൈ റേഡിയൻ ഈസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞിട്ടാണ് വരിക? 360 ഡിഗ്രി. 2 പൈ റേഡിയൻ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 പൈ എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ 1 റേഡിയൻ എങ്ങനെയാണ് കിട്ടുക? 1 റേഡിയൻ കിട്ടണമെങ്കിൽ LHSലും RHSലും നിങ്ങൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 2 പൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്താ കിട്ടുക നോക്ക്? ദാറ്റ് ഈസ് 2 പൈ ഡിവൈഡഡ് ബൈ എന്തെന്ന് പറഞ്ഞു വരും? 2 പൈ ഡിവൈഡഡ് ബൈ 2 പൈ ഈസ് ഈക്വൽ ടു
360 ഡിഗ്രി ഡിവൈഡഡ് ബൈ എന്തെന്ന് പറഞ്ഞു വരും 2π എന്ന് പറഞ്ഞു വരും. എന്ന് പറഞ്ഞാൽ പൈയും പൈയും 2 ക്യാൻസലായി. LHS എന്തെന്ന് പറഞ്ഞിട്ടാണ് വരിക 1 റേഡിയൻ ഈസ് ഈക്വൽ ടു 360/2 ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക 180 ഡിഗ്രി ബൈ എന്തെന്ന് പറഞ്ഞു കിട്ടും 180 ഡിഗ്രി ബൈ പൈ. അതായത് 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ പൈ എന്ന് പറഞ്ഞു കിട്ടും. 1 റേഡിയൻ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ബൈ പൈ എന്ന് പറഞ്ഞു കിട്ടും. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ശ്രദ്ധിച്ചോ നിങ്ങൾ. അതായത് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ എന്തെന്ന് അതായത് 3π/2 എത്ര റേഡിയനാണ് കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് തന്നത് ചോദിച്ചത്. 3π/2 എന്ന് പറഞ്ഞിട്ടുള്ള റേഡിയൻ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. 3π/2 എന്ന് പറഞ്ഞിട്ടുള്ള റേഡിയൻ എത്ര ഡിഗ്രിയാണ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ തന്നത്. നിങ്ങൾ എന്താ ചെയ്യുക ഈ 3π/2 എടുക്കുക. ശ്രദ്ധിക്കണേ 3π/2 എന്ന് പറഞ്ഞെടുക്കുക. ഈ 3π/2നെ ഇവിടെയുള്ള ടേം കണ്ടോ നിങ്ങൾ 180 ഡിഗ്രി ബൈ പൈ എന്ന് പറഞ്ഞ ടേം കണ്ടോ. അതിനോട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടുക 180 ഡിവൈഡഡ് ബൈ പൈ ചെയ്ത് എത്ര കൂടാ പൈയും ക്യാൻസലായി. അതായത് 2ഉം ഇത് ക്യാൻസൽ ചെയ്ത് എത്ര വരിക 90. therefore 90 × 3 എന്ന് പറഞ്ഞാൽ എത്ര വരിക 270 ഡിഗ്രി എന്ന് പറഞ്ഞു വരും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ 3π/2 എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ടേം ശ്രദ്ധിച്ചോ 3π/2 എന്ന് പറഞ്ഞാൽ 270 ഡിഗ്രിനെ നിങ്ങൾ റേഡിയനിൽ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ 3π/2. ഓക്കെ. അതുപോലെ നിങ്ങൾക്കറിയാവുന്ന ഒരു കോമൺ എക്സാമ്പിൾ ജസ്റ്റ് ചെക്ക് ചെയ്യ്. അതായത് ഞാൻ 3π റേഡിയനാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ കയ്യിലുള്ളത് 3π റേഡിയനാണ്. 3π റേഡിയൻ എത്ര ഡിഗ്രിയാണെന്ന് ഞാൻ എങ്ങനെ ചെക്ക് ചെയ്യും? ഇവിടെയുള്ള വാല്യൂ കണ്ടോ നിങ്ങൾ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തെന്നാ ചെയ്യുക 3π ഇൻറ്റു എന്തെന്ന് പറഞ്ഞ് ചെയ്യണം 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ പൈ എന്ന് പറഞ്ഞ് ചെയ്യും. പൈയും ക്യാൻസലായി. ബാക്കി എത്രയാണ് വരിക നിങ്ങൾ എന്ത് ചെയ്യണോ 3 × 180 എന്ന് പറഞ്ഞ് ചെയ്യണം. 3 × 180 ചെയ്ത് എത്ര കിട്ടുക 3 × 180 ഈസ് ഈക്വൽ ടു 540 ഡിഗ്രി. നിങ്ങൾക്ക് അറിയാവുന്ന കോമൺ എക്സാമ്പിൾ തന്നെ എടുത്തോ. അതായത് π/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 90 ഡിഗ്രിയെ റേഡിയനിൽ വിളിക്കുന്നതാണ് π/2 എന്ന് പറഞ്ഞാൽ. ഈ π/2നെ നിങ്ങൾ എങ്ങനെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യും? എന്ത് ചെയ്താൽ മതി π/2 ഇൻറ്റു എന്തെന്ന് പറഞ്ഞ് ചെയ്യുക π/2 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ പൈ ചെയ്യുക. അപ്പോൾ എന്താവും പൈയും ക്യാൻസലായി 2ഉം 180ൽ എത്ര ടൈമാണ് പോവുക 90 ഡിഗ്രി. ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക. ദിസ് വേ യു ക്യാൻ കൺവേർട്ട് റേഡിയൻ ഇൻറ്റു ഡിഗ്രീസ്. ഓക്കെ. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് പ്ലെയിൻ ആംഗിളിനെ കുറിച്ചാണ്. പ്ലെയിൻ ആംഗിളിൻ്റെ SI സിസ്റ്റത്തിൽ വരുന്ന യൂണിറ്റാണ് ഏതെന്ന് പറഞ്ഞാൽ റേഡിയൻ. കൺഫ്യൂഷൻ ആവരുത്, ഡിഗ്രി അല്ല റേഡിയൻ ആണ് SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. ഡിഗ്രി ഒക്കെ വേറെ യൂണിറ്റാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെച്ചോ, ഡിഗ്രി മാത്രമല്ല അതായത് റേഡിയനും വേറെ ഡിഗ്രിനെ നിങ്ങൾക്ക് ഇനിയും എന്ത് ചെയ്യുക കൺവേർട്ട് ചെയ്ത് ചെറിയ യൂണിറ്റാക്കി മാറ്റുക. ശ്രദ്ധിക്കണേ അത്. അതായത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വെക്കുക 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയുക. 60 മിനിറ്റ് കണ്ടിട്ട് കൺഫ്യൂഷൻ ആവരുത്, ടൈമിൻ്റെ യൂണിറ്റ് ആണെന്ന്. അതായത് ആംഗിളിൻ്റെ യൂണിറ്റിലും എന്ത് വരുന്നുണ്ട് മിനിറ്റും സെക്കൻഡും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക എങ്ങനെയാണ് ശ്രദ്ധിച്ചോ. 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു മിനിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുക 60, ഒരു ഡാഷ് റെപ്രസെൻറ്റ് ചെയ്യും, ഒരു സിംഗിൾ ഡാഷ്. therefore 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്. 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു മിനിറ്റിനെ നിങ്ങൾക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു മിനിറ്റിനെ വീണ്ടും നിങ്ങൾക്ക് ചെറുതാക്കുക. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പഠിക്കണം 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്. 60 സെക്കൻഡ് കണ്ട് കൺഫ്യൂഷൻ ആവരുത്. ദിസ് ഈസ് നോട്ട് ദ യൂണിറ്റ് ഓഫ് ടൈം, ഇറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് ആംഗിൾ. ഓക്കെ. അങ്ങനെ പറഞ്ഞാൽ ശ്രദ്ധിച്ചോ
ഒരു മിനിറ്റിനെ നിങ്ങൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? 1ഉം ഒരു ഡാഷും. ഓക്കെ, ഒരു സെക്കൻഡിനെ നിങ്ങൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? സെക്കൻഡിനെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഡബിൾ ഡാഷ് വെച്ചിട്ടാണ് സെക്കൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യുക. മിനിറ്റിനെ നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുക സിംഗിൾ ഡാഷ് വെച്ചിട്ട്. അപ്പോൾ എങ്ങനെയാണ് വരിക? 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞ് എഴുതാം? 60 സെക്കൻഡ്. 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞ് എഴുതാം? 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്. therefore 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്. അതുപോലെ 1 സെക്കൻഡ് ഈസ് ഈക്വൽ ടു ഓർ 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ് ഓർ 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞ് എഴുതാം? 60 സെക്കൻഡ്. മനസ്സിലാക്കി വെക്കുക. 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്. അതുപോലെ 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്. ഓക്കെ, സപ്ലിമെൻ്ററി യൂണിറ്റിൽ നെക്സ്റ്റ് വരുന്ന ടേമാണ് ഏതെന്ന് പറഞ്ഞാൽ സോളിഡ് ആംഗിൾ. അതിൻ്റെ യൂണിറ്റ് ഏതാ വരുന്നത്? സ്റ്റിറേഡിയൻ. ഏത് ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക? SR. നിങ്ങൾ ജസ്റ്റ് ഒരു കോൺ ഐസ്ക്രീം ആലോചിച്ച് നോക്ക്. കോൺ ഐസ്ക്രീം നിങ്ങൾ കഴിക്കുന്ന കോൺ ഐസ്ക്രീം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനൊരു കോൺ ഐസ്ക്രീം എടുത്ത് ഇമാജിൻ ചെയ്യണേ, ഒരു കോൺ ഐസ്ക്രീം എടുത്ത് ഈ കോൺ ഐസ്ക്രീമിൻ്റെ ഈ പോർഷൻ, അതായത് ടോപ്പ് പോർഷൻ, ഈ ടോപ്പ് പോർഷന് എ എന്ന് പറഞ്ഞു കൊടുത്തു. ദിസ് ഈസ് ദ ഏരിയ, എ എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ഡിസ്റ്റൻസ് ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിന് ഞാൻ എന്തെന്ന് പറഞ്ഞു കൊടുത്ത്? ക്യാപിറ്റൽ R എന്ന് പറഞ്ഞു കൊടുത്ത്. ഈ ഫിഗർ പോലെ തന്നെ കേട്ടോ, R എന്ന് പറഞ്ഞു കൊടുത്ത്. അങ്ങനെയാണെങ്കിൽ ഈ കോൺ ഐസ്ക്രീമിൻ്റെ ഈ അറ്റം കണ്ടാൽ നിങ്ങൾ, ഈ അറ്റത്ത് ഒരു ആംഗിൾ ഉണ്ടാവുന്നില്ലേ? ഇതിൻ്റെ ഇൻസൈഡിൽ ഒരു 3 ഡയമെൻഷനൽ ആംഗിൾ ഉണ്ടാവുന്നില്ലേ? ആ ആംഗിളിനെയാണ് നിങ്ങൾ എന്തെന്ന് പറഞ്ഞ് വിളിക്കുന്നത്? സോളിഡ് ആംഗിൾ. അതായത് കോണിൻ്റെ ഈ എഡ്ജിലുണ്ടാവുന്ന ആംഗിളിനെയാണ് നിങ്ങൾ എന്തെന്ന് പറഞ്ഞ് വിളിക്കുക? ഇറ്റ് ഈസ് കോൾഡ് സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിളിൻ്റെ SI യൂണിറ്റിൽ വരുന്നതാണ് ഏതെന്ന് പറഞ്ഞാൽ സ്റ്റിറേഡിയൻ. അതിന് ഏത് ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക? ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ SR. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ലെറ്റർ SR. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഞാൻ ഈ ആംഗിളിനെ ഞാൻ ഒമേഗ എന്ന് പറഞ്ഞു കൊടുത്തു. ഒമേഗ, ദിസ് ആംഗിൾ ഈസ് ഡിനോട്ടഡ് ബൈ ഒമേഗ. അങ്ങനെയാണെങ്കിൽ ഒമേഗ എന്താ വരിക? ഒമേഗ ഈസ് ഈക്വൽ ടു ഇവിടെയുള്ള ഏരിയ കണ്ടില്ലേ നിങ്ങൾ? ഏരിയ ഡിവൈഡഡ് ബൈ സെൻറ്ററിന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാ? R. ഒമേഗ ഈസ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ എന്തെന്ന് പറഞ്ഞ് എഴുതി വെക്കാം? ഒമേഗ ഈസ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ R². ഇതിൽ നിങ്ങൾ ഒമേഗനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ ഒമേഗ ഈസ് നോൺ ആസ് സോളിഡ് ആംഗിൾ ആൻഡ് its unit is steradian and it is represented by letter SR. ദാ ഈ ഫിഗറിലൊന്ന് ജസ്റ്റ് നോക്കി നോക്ക്. ഒമേഗയാണ് സോളിഡ് ആംഗിൾ ആയിട്ട് വരിക. ആ ഡിസ്റ്റൻസ് R എന്ന് പറഞ്ഞു വരും. അതുപോലെ ഏരിയനെ ഈ സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 3D ആണ് കേട്ടോ. 3 ഡയമെൻഷൻ കോണല്ലേ വരുന്നത്. 3D ഫിഗർ ആയിട്ട് ആലോചിക്കണേ നിങ്ങൾ, 3D. ഓക്കെ, അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്തെന്ന് പറഞ്ഞു വരും? ഓർ യൂണിറ്റ് ഈസ് സ്റ്റിറേഡിയൻ ആൻഡ് ഫൈനൽ ഇക്വേഷൻ എങ്ങനെയാണ് വരിക നോക്കിക്കോ? ഒമേഗ ഈസ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ എന്തെന്ന് പറഞ്ഞു വരാം? ഏരിയ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ എന്ന് പറഞ്ഞു വരാം. ഓക്കെ, നെക്സ്റ്റ് ലാർജ് ഡിസ്റ്റൻസുകളെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റുകൾ ഏതെല്ലാണ്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് പ്രാക്ടിക്കൽ യൂണിറ്റ് യൂസ്ഡ് ഫോർ മെഷറിങ് ലാർജ് ഡിസ്റ്റൻസ്. ചെറിയ ലെങ്ത് ആണെങ്കിൽ നിങ്ങൾക്കൊന്നെങ്കിൽ മീറ്റർ സ്കെയിൽ അല്ലെങ്കിൽ ടേപ്പൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് മെഷർ ചെയ്യാം. പക്ഷേ വലിയ ഡിസ്റ്റൻസ്, അതായത് എർത്തും മൂണും തമ്മിലുള്ള ഡിസ്റ്റൻസ്, എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ്, പ്ലാനറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ കേസൊക്കെ വരുന്ന ടൈമിൽ നിങ്ങൾ എന്ത് യൂസ് ചെയ്യും? കുറച്ചുകൂടി പ്രാക്ടിക്കലി ലാർജർ യൂണിറ്റ്സ് യൂസ് ചെയ്യും. അതിനെക്കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ, ലൈറ്റ് ഇയർ നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾക്കറിയാവുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞാൽ ഇതാ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ വേർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി. അതായത് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം എന്താ വരിക? C ഈസ് ഈക്വൽ ടു, നിങ്ങൾ ശ്രദ്ധിക്കണേ, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് വരിക. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇതാ? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ഇതാ. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത്
ലൈറ്റ് വാക്വത്തിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പീഡ് എന്തായിരിക്കും 3 × 10⁸ m/s. ലൈറ്റ് വാക്വത്തിൽ ഒരു ഇയർ കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നിങ്ങൾ എന്തെന്ന് പറയുന്നത്? ലൈറ്റ് ഇയർ. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ വാക്വം ഇൻ 1 ഇയർ. ഒരു വർഷം കൊണ്ട് ലൈറ്റ് വാക്വത്തിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നിങ്ങൾ എന്തെന്ന് പറയുന്നത്? ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. അതിൻ്റെ വെലോസിറ്റിൻ്റെ വാല്യൂ എന്താ വരിക? 3 × 10⁸ m/s. അങ്ങനെയാണെങ്കിൽ d = വെലോസിറ്റി ഇൻറ്റു ഇക്വേഷൻ നോക്കി നോക്ക്. അതായത് 1 ലൈറ്റ് ഇയർ ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഇൻറ്റു 1 ഇയർ എന്ന് പറഞ്ഞിട്ടല്ലേ വരിക? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എത്രയാണ് വരിക? c എന്ന് പറഞ്ഞിട്ടല്ലേ വരിക? ഇൻറ്റു 1 ഇയർ എന്ന് പറഞ്ഞു വരും. ശ്രദ്ധിച്ചോ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എന്താ വരിക? 3 × 10⁸ m/s. ഒരു ഇയറിനെ നിങ്ങൾ എങ്ങനെ സെക്കൻഡിലോട്ട് കൺവേർട്ട് ആക്കും? 360.25 വരാൻ കാരണം ലീപ്പ് ഇയർ കൂടി എടുത്തിട്ടാട്ടോ. ഇൻറ്റു അതായത് 365.25 ഡേയ്സ് ഇൻറ്റു 24 ഹവേഴ്സ്. 24 ഹവറിനെ നിങ്ങൾ എങ്ങനെ മിനിറ്റ് ആക്കും? ഇൻറ്റു 60 എന്ന് പറഞ്ഞു ചെയ്തും. അതിനെ വീണ്ടും സെക്കൻഡ് ആക്കണമെങ്കിലോ ഇൻറ്റു സെക്കൻഡ് പറഞ്ഞു ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ്, നിങ്ങൾക്ക് എന്ത് കിട്ടും? 9.467 × 10⁻15 മീറ്റർ എന്ന് പറഞ്ഞു കിട്ടും. ദാറ്റ് ഈസ് 1 ലൈറ്റ് ഇയർ ഈസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞിട്ടാണ് വരിക? 1 ലൈറ്റ് ഇയർ ഈസ് ഈക്വൽ ടു 9.46 × 10⁻15 മീറ്റർ. എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഒരു വർഷം കൊണ്ട് വാക്വത്തിൽ ട്രാവൽ ചെയ്യുക ഇത്ര ഡിസ്റ്റൻസ് ആണ്. 9.4673 × 10⁵5 മീറ്റർ എന്ന് പറഞ്ഞു വരും. ഓക്കെ, ലൈറ്റ് ഇയർ പോലെ തന്നെ വേറൊരു യൂണിറ്റാണ് ഏതെന്ന് പറഞ്ഞാൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. എന്ത് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക? ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഡിസ്റ്റൻസിൻ്റെ വേറെ ഒരു ലാർജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു യൂണിറ്റാണ് ഏതെന്ന് പറഞ്ഞാൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ആസ്ട്രോണമിക്കൽ യൂണിറ്റിനെ നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത് എർത്തിൻ്റെയും സണ്ണിൻ്റെയും ഇൻ ബിറ്റ്വീനിലുള്ള, അതായത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മീൻ ഡിസ്റ്റൻസ്, മീൻ അല്ലെങ്കിൽ ആവറേജ് ഡിസ്റ്റൻസ്. അതായത് എർത്തിൻ്റെയും സണ്ണിൻ്റെയും ഇൻ ബിറ്റ്വീനിലുള്ള ആവറേജ് അല്ലെങ്കിൽ മീൻ ഡിസ്റ്റൻസിനെയാണ് നിങ്ങൾ എന്തെന്ന് പറഞ്ഞ് വിളിക്കുന്നത്? ദാറ്റ് ഈസ് നോൺ ആസ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈസ് ഈക്വൽ ടു 1.496 × 10⁻11 എന്ന് പറഞ്ഞു വരാം. നിങ്ങൾക്കറിയാലോ 1 ലൈറ്റ് ഇയറിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടുന്നത്? 1 ലൈറ്റ് ഇയർ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 9.46 × 10⁻15 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടിയില്ലേ? അപ്പോൾ നിങ്ങൾ നോക്കി ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്ക്. ദെർഫോർ യു വിൽ ഗെറ്റ് എന്ത് കിട്ടും? 1 ലൈറ്റ് ഇയർ ഈസ് always 1 light year is always greater than 1 astronomical unit. എന്ന് പറഞ്ഞാൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റിനെക്കാട്ടിയും വലിയ യൂണിറ്റാണ് ഏതെന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ലൈറ്റ് ഇയറും ആസ്ട്രോണമിക്കൽ യൂണിറ്റും എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ലാർജ് ഡിസ്റ്റൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുപോലെ ലാർജ് ഡിസ്റ്റൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു യൂണിറ്റും കൂടി യൂസ് ചെയ്യലുണ്ട്. ദിസ് ഈസ് നോൺ ആസ് പാർ സെക്കൻഡ് അല്ലെങ്കിൽ അതിനെന്തെന്ന് പറഞ്ഞ് വിളിക്കും? പാരലാക്റ്റിക് സെക്കൻഡ് ഓർ പാരലാക്റ്റിക് സെക്കൻഡ്. നിങ്ങൾ ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയ യൂണിറ്റാണ് ആരെന്ന് പറഞ്ഞാൽ പാർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ. അത് മെയിൻലി ആസ്ട്രോണമിയിൽ സെലസ്റ്റിയൽ ബോഡി, അതായത് നിങ്ങളെ സ്പേസിലുള്ള ബോഡിയെക്കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിൻ്റെ ബ്രാഞ്ചാണ് ഏതെന്ന് പറഞ്ഞാൽ ആസ്ട്രോണമിയിലാണ് പാർ സെക്കൻഡ് മെയിൻലി യൂസ് ചെയ്യുക. ഓക്കെ, അതുപോലെ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം നിങ്ങൾ. അതിൻ്റെ മുന്നേ ശ്രദ്ധിച്ചോ നിങ്ങൾ, ഞാനൊരു ആർക്ക് അസ്യൂം ചെയ്തു. ഓക്കെ, ഒരു ആർക്ക്
ജസ്റ്റ് ഇതിനെ ഞാൻ സെൻറ്റർ പോയിൻ്റ് കൊടുത്ത് ഇതിനെ ഞാൻ എ ബി എന്ന് പറഞ്ഞു കൊടുത്ത്, ദിസ് ഈസ് ടേക്കൺ ആസ് എ ബി. ഓക്കെ, എ ബി എന്ന് പറഞ്ഞു കൊടുത്ത് ഇതിനെയാണ് നിങ്ങൾ എ ബിനെയാണ് നിങ്ങൾ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞ് വിളിക്കുക, ഒ ബിനെ നിങ്ങൾ എന്തെന്ന് പറഞ്ഞ് വിളിക്കും, റേഡിയസ് എന്ന് പറഞ്ഞ് വിളിക്കും. ആർക്ക് ലെങ്ത് എന്താക്കിയിട്ട് കൊടുക്കുക, നിങ്ങൾ ആർക്ക് ലെങ്ത് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആക്കി കൊടുക്കുക. അതായത് എ ബി ഈസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞു കൊടുക്കുക, 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. അതുപോലെ ആംഗിളിൻ്റെ വാല്യൂ എന്താ കിട്ടുന്നത്, ആംഗിളിൻ്റെ വാല്യൂ നിങ്ങൾ 1 സെക്കൻഡ് ഓഫ് ആർക്ക് എന്ന് പറഞ്ഞു കൊടുക്കുക. ആംഗിളിൻ്റെ വാല്യൂ എത്ര എന്ന് പറഞ്ഞു കൊടുക്കുക, ദാറ്റ് ഈസ് ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞു കൊടുത്ത് 1 സെക്കൻഡ് കാണിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, 2 ഡബിൾ ഡാഷ് കൊടുക്കുക, 1 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഈ ഒ ടു ബി ഡിസ്റ്റൻസ് കണ്ട, ഈ ഒ ടു ബി ഡിസ്റ്റൻസിനെയാണ് നിങ്ങൾ എന്തെന്ന് പറഞ്ഞു വിളിക്കുക, ദിസ് ഈസ് നോൺ ആസ് പാർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ആർക്ക് ലെങ്ത് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റും അതുപോലെ ഈ ആംഗിൾ 1 സെക്കൻഡും ആണെങ്കിൽ ഈ ഡിസ്റ്റൻസിനെയാണ്, അതായത് ഒ ടു ബി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കണ്ടാൽ നിങ്ങൾ, ഈ ഒ ടു ബി ഡിസ്റ്റൻസിനെയാണ് നിങ്ങൾ എന്തെന്ന് പറഞ്ഞ് വിളിക്കുന്നത്, പാർ സെക്കൻഡ് ഓർ പാരലാക്റ്റിക് സെക്കൻഡ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് എൻ ആർക്ക് ലെങ്ത് ഓഫ് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് സബ്സ്റ്റൻഡ് ആൻ ആംഗിൾ ഓഫ് 1 സെക്കൻഡ്. അതിനെയാണ് നിങ്ങൾ എന്തെന്ന് പറഞ്ഞ് വിളിക്കുക, പാർ സെക്കൻഡ് എന്ന് പറഞ്ഞ് വിളിക്കുക. പാർ സെക്കൻഡ് 1 പാർ സെക്കൻഡ് ഈക്വൽ ടു എത്ര കിട്ടുന്നത്, 3.08 ഇൻറ്റു 10⁻16 മീറ്റർ എന്നാ, 3.08 ഇൻറ്റു 10⁻16 മീറ്റർ എന്നാ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പറഞ്ഞു ഫസ്റ്റ് പോയിന്റ് തന്നെ എന്താ പറഞ്ഞത്, പാർ സെക്കൻഡ് ആണ്, അതായത് പ്രാക്ടിക്കലി ഏറ്റവും വലിയ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോ, 1 നിങ്ങൾക്ക് എങ്ങനെ ചെയ്താ, 1 പാർ സെക്കൻഡ് ഗ്രേറ്റർ ദാൻ, പിന്നെ ആരാ വരിക, നമ്മൾ തൊട്ട് മുകളിൽ എഴുതിയില്ലേ 1 ലൈറ്റ് ഇയർ ഗ്രേറ്റർ ദാൻ, പിന്നെ ആരാ വരിക 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ദെർഫോർ പാർ സെക്കൻഡ് ആണ് ഏറ്റവും വലുത് വരിക, പിന്നെ ലൈറ്റ് ഇയർ വരും, പിന്നെ ഏതെന്ന് പറഞ്ഞ വരും ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇതാ ഇത് മോഡൽ ഈ ഓർഡറിൽ വരും, 1 പാർ സെക്കൻഡ് 1 ലൈറ്റ് ഇയർ ആൻഡ് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. AY എന്ന് പറഞ്ഞ് എഴുതിയത് ഇവിടെ ലൈറ്റ് ഇയർ ആണ് കേട്ടോ, ലൈറ്റ് ഇയർ okay, light year and 1 AU is the astronomical unit. Okay, next, ഡിസ്റ്റൻസിനെ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡയറക്റ്റ് മെത്തേഡ് ഫോർ മെഷറിങ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത്തിനെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് ഡിവൈസുകളെ യൂസ് ചെയ്യാം. അതായത് ഫസ്റ്റ് ഡിവൈസാണ് മീറ്റർ സ്കെയിൽ. നിങ്ങൾക്ക് എല്ലാം അറിയുന്ന ഡിവൈസാണ് മീറ്റർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ, മീറ്റർ സ്കെയിലിൽ ഒരു വാല്യൂ ഇവിടെ ശ്രദ്ധിച്ചോ നിങ്ങൾ, ലീസ്റ്റ് കൗണ്ട് 0.1 സെൻറ്റിമീറ്റർ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ, മീറ്റർ സ്കെയിലിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ എത്ര വരിക, 0.1 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ താഴെ മീറ്റർ സ്കെയിൽ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, മെഷർ ചെയ്യാൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ മീറ്റർ സ്കെയിൽ യൂസ് ചെയ്ത് മെഷർ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ വാല്യൂ കിട്ടും, 1.1 കിട്ടാം, 1.2 കിട്ടാം, 1.3 കിട്ടാം. അല്ലാതെ ഒരിക്കലും 1.46 ഒന്നും ഒരിക്കലും കിട്ടത്തില്ല. മീറ്റർ സ്കെയിൽ യൂസ് ചെയ്ത് മെഷർ ചെയ്താൽ നിങ്ങൾക്ക് ഡെസിമൽ പോയിന്റ് എത്ര കിട്ടൂ, ഒരു സിംഗിൾ പോയിന്റ് മാത്രമേ ഡെസിമൽ പോയിന്റ് കിട്ടും. ഓക്കെ, ഇതിലും കൂടുതൽ ഡെസിമൽ പോയിന്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ വേറെ ഡിവൈസിന് യൂസ് ചെയ്യും. ഓക്കെ, നമുക്ക് പഠിക്കാം. ജസ്റ്റ് ഫസ്റ്റ് വൺ ഏതാണ് പറയുന്നത്, മീറ്റർ സ്കെയില് ലീസ്റ്റ് മെഷറിംഗ് വാല്യൂവിനെയാണ് നിങ്ങൾ എന്തെന്ന് പറഞ്ഞ് വിളിക്കുക, ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞ് വിളിക്കാം. ആ ലീസ്റ്റ് കൗണ്ട് മീറ്റർ സ്കെയിലിൻ്റെ കേസിൽ എന്താ വരിക, 0.1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടാണ് വരിക, 0.1 സെൻറ്റിമീറ്റർ. ഓക്കെ, സെക്കൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചേ, സെക്കൻഡ് ഡിവൈസ് ആണ് ഏതെന്ന് പറഞ്ഞാൽ വെർനിയർ കാലിപ്പേഴ്സ്. ഇതാണ് വെർനിയർ കാലിപ്പറിൻ്റെ ഫിഗർ. വെർനിയർ കാലിപ്പറിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ എത്രയാ, 0.01 സെൻറ്റിമീറ്റർ. അതായത് ചെറിയ ലെങ്ത്തുകളെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ചെറിയ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ വയറിൻ്റെ റേഡിയസ് ഒക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങളെ കറണ്ട് ക്യാരിങ് വയർ, അതിൻ്റെ റേഡിയസും ലെങ്ത്തും ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരെ യൂസ് ചെയ്യാം, വെർനിയർ കാലിപ്പറിനെ യൂസ് ചെയ്യാം.
വെർനിയർ കാലിപ്പർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ വാല്യൂ ആണ് എത്ര എന്ന് പറഞ്ഞാൽ 0.01 സെൻറ്റിമീറ്റർ. 0. എത്ര എന്ന് പറഞ്ഞ് കിട്ടും? 0.01 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. എന്ന് പറഞ്ഞാൽ വെർനിയർ യൂസ് ചെയ്ത് മെഷർ ചെയ്താൽ നിങ്ങൾക്ക് എത്ര ഡെസിമൽ കിട്ടാം? 2 ഡെസിമൽ കിട്ടാം. അല്ലെങ്കിൽ 2.46, 2 ഡെസിമൽ പോയിന്റ് കണ്ടില്ലേ നിങ്ങൾ? അല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞു വരാം? 3.62 എന്ന് പറഞ്ഞു വരാം. 2 ഡെസിമൽ പോയിന്റ് കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഡിവൈസ് ഈസ് വെർനിയർ കാലിപ്പർ. ആൻഡ് വെർനിയർ കാലിപ്പർ ഹാസ് എ ലീസ്റ്റ് കൗണ്ട് ഓഫ് 0.01 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇതിലും ചെറിയ ലെങ്ത്ത്, അതായത് തിൻ വയറിൻ്റെ ഒക്കെ വളരെ നേരിയ വയറിൻ്റെ ഒക്കെ റേഡിയസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഏതെന്ന് പറഞ്ഞാൽ സ്ക്രൂ ഗേജ്. സ്ക്രൂ ഗേജ് ഏറ്റവും തിന്നായിട്ടുള്ള ലെങ്ത്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെയാണ്? സ്ക്രൂ ഗേജ്. സ്ക്രൂ ഗേജിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്ര വരിക? 0.001 സെൻറ്റിമീറ്റർ. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വാല്യൂ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എത്ര ഡെസിമൽ പോയിന്റ് വരാം? 3 ഡെസിമൽ പോയിന്റ് വരും. അതായത് 2.636 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കിക്കോ? ദിസ് ഈസ് മെഷേർഡ് ഇൻ സ്ക്രൂ ഗേജ്. ഡെസിമൽ പോയിന്റ് കണ്ട, ഡെസിമലിന് ശേഷം 3 നമ്പർ കൂടി വരാം. 2 ആണെങ്കിൽ അത് വെർനിയർ ആയിരിക്കും, 1 ആണെങ്കിൽ അത് മീറ്റർ സ്കെയിൽ ആയിരിക്കും. ജനറലി ഈ വെർനിയറും അതുപോലെ സ്ക്രൂ ഗേജും ഒക്കെ പ്രാക്ടിക്കൽ ലബോറട്ടറി ആപ്ലിക്കേഷനിലാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യല് കേട്ടോ. ഓക്കെ, സ്ക്രൂ ഗേജിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ് വരിക? സ്ക്രൂ ഗേജ് ഹാസ് എ ലീസ്റ്റ് കൗണ്ട് ഓഫ് 0.001 സെൻറ്റിമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡ് ഫോർ മെഷറിംഗ് ലാർജ് ഡിസ്റ്റൻസ്. എങ്ങനെ നിങ്ങൾക്ക് ലാർജ് ഡിസ്റ്റൻസുകൾ ഇൻഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാം. ഇൻഡയറക്റ്റ് മെത്തേഡ് ഫോർ മെഷറിംഗ് ലാർജ് ഡിസ്റ്റൻസ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഏതെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ പാരലാക്സ് മെത്തേഡ്. എന്തെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക? ദ പാരലാക്സ് മെത്തേഡ്. പാരലാക്സ് മെത്തേഡ് ഈസ് എ മെത്തേഡ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ലാർജ് ഡിസ്റ്റൻസ് ബൈ ഇൻഡയറക്റ്റ് മെത്തേഡ്. എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം, അതാണ് നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഇൻഡയറക്റ്റ് ലാർജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എർത്തിൽ നിന്ന് മൂണിലോട്ട് എത്രയാണ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ പ്ലാനറ്റിലോട്ട് എങ്ങനെയാണ് ഡിസ്റ്റൻസ്, അതൊക്കെ നിങ്ങൾ എങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും? നിങ്ങൾക്ക് നേരെ ടാപ്പും കൊണ്ടുപോയിട്ട് അളക്കാൻ കഴിയത്തില്ലല്ലോ. നിങ്ങൾ എന്ത് മെഷർമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഡിസ്റ്റൻസ് ഒക്കെ കാണുക? അതിലെ ഒരു ഇമ്പോർട്ടൻ്റ് മെത്തേഡാണ് ഏതെന്ന് പറഞ്ഞാൽ പാരലാക്സ് മെത്തേഡ്. പാരലാക്സ് മെത്തേഡിൽ നിങ്ങൾ ചെയ്യുന്നത് ശ്രദ്ധിച്ചോ, അതായത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു പോയിന്റ് എടുത്ത് ഈ പോയിന്റിലാണ് 3 എന്ന് വിചാരിച്ചോ, എം എന്ന് പറഞ്ഞു കൊടുത്ത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എർത്തിൻ്റെ സർഫേസ് ആണിത്. എർത്തിൻ്റെ സർഫേസ്. ഓക്കെ, എർത്തിൻ്റെ സർഫേസിൻ്റെ മുകളിൽ 2 പോയിന്റ് ഡിനോട്ട് ചെയ്ത്, ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് എ ആൻഡ് സെക്കൻഡ് പോയിന്റ് ഈസ് ബി. ഓക്കെ, എയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും? എയിൽ നിന്ന് എമ്മിലോട്ട് ഞാനൊരു ആംഗിൾ കാണും. എയിൽ നിന്ന് എമ്മിലോട്ട് ഞാനൊരു ആംഗിൾ കണ്ട് ആ ആംഗിളിനെ ഞാൻ എന്തെന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്ത് ദാറ്റ് ആംഗിൾ ഈസ് ഡിനോട്ടഡ് ആസ് θ1. ദാറ്റ് ആംഗിൾ ഈസ് ഡിനോട്ടഡ് ആസ് θ1. അതുപോലെ ബിയിൽ നിന്ന് എമ്മിലോട്ട്, എം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 3 ആക്കിയിട്ടല്ലേ എടുത്ത്, ബിയിൽ നിന്ന് എമ്മിലോട്ട് ഞാനൊരു ആംഗിൾ കണ്ട് അതിനെ ഞാൻ എന്തെന്ന് പറഞ്ഞെടുത്ത് ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ θ2. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ θ2. 2 ആംഗിൾ കണ്ട് എയിൽ നിന്നും ബിയിൽ നിന്നും. ആ 2 ആംഗിളും നിങ്ങൾ കാണേണ്ടത് സൈമൾട്ടേണിയസ്ലി ആണ്, സെയിം ടൈമിലാണ് എയിൽ നിന്നും ബിയിൽ നിന്നും ആംഗിൾ മെഷർ ചെയ്യേണ്ടത്. ദിസ് മെഷേർഡ് ആസ് ആംഗിൾ θ1 ആൻഡ് അനദർ ആസ് θ2. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ആംഗിൾ എന്തെന്നാ വരിക? ദിസ് ആംഗിൾ ഈസ് ടേക്കൺ ആസ് 90 മൈനസ് θ1 എന്ന് പറഞ്ഞു വരും അല്ലേ? ഈ ആംഗിൾ എന്താ വരിക? ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു, ഇത് നോർമൽ അല്ലേ വരിക, അപ്പോൾ എത്ര എന്ന് പറഞ്ഞു വരൂ? 90 മൈനസ് θ2 എന്ന് പറഞ്ഞു വരും. ഈ ആംഗിളിനെ ഞാൻ θ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്ത് ദിസ് ആംഗിൾ ഈസ് ഡിനോട്ടഡ് ആസ് θ ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇത് എർത്തിൻ്റെ മുകളിലുള്ള ഡിസ്റ്റൻസ് അല്ലേ? ഇത് നിങ്ങൾക്ക് മെഷർ ചെയ്താൽ കിട്ടൂലേ? ഈ ഡിസ്റ്റൻസിന് ഞാൻ എന്തെന്ന് പറഞ്ഞു കൊടുത്ത് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ലെറ്റർ സ്മോൾ ലെറ്റർ ബി. സ്മോൾ ലെറ്റർ ബി എന്ന് പറഞ്ഞ ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്ത് ഈ ഫിഗർ പോലെ തന്നെ നോക്കിക്കോ, ഇവിടെയുള്ള ആംഗിൾ θ, അതുപോലെ ഈ ആംഗിൾ എയിൽ നിന്ന് ഈ പോയിന്റിലോട്ട്
പോയിന്റ് ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഏതാ കൊടുത്തത് എം എന്ന് പറഞ്ഞ പോയിന്റ്, അതായത് എയിൽ നിന്ന് എമ്മിലോട്ട് അളക്കുന്ന ആംഗിൾ θ1 എന്ന് പറഞ്ഞു കൊടുത്ത്, ബിയിൽ നിന്ന് എമ്മിലോട്ട് അളക്കുന്ന ആംഗിൾ θ2 എന്ന് പറഞ്ഞു കൊടുത്ത്, എയും ബിയും തമ്മിലുള്ള എർത്തിലുള്ള പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ബി എന്ന് പറഞ്ഞു കൊടുത്ത്, എന്നും ബിന്നും ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സൈമൾട്ടേണിയസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആംഗിളിനെ മെഷർ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോ, എം എ ബി എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ അല്ലേ, എം എ ബി എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ അല്ലേ, അങ്ങനെ പറഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ ടോട്ടൽ സം ഓഫ് ആംഗിൾ എന്താ വരിക, 180 അല്ലേ. തീറ്റ ഒരു ആംഗിൾ 90 മൈനസ് θ1 വേറെ ആംഗിൾ 90 മൈനസ് θ2 വേറെ ആംഗിൾ, അങ്ങനെ പറഞ്ഞാൽ എന്താ വരിക, ശ്രദ്ധിച്ചോ, തീറ്റ പ്ലസ് 90 മൈനസ് θ1 90 മൈനസ് θ1 പ്ലസ് 90 മൈനസ് θ2 90 മൈനസ് θ2 ഈസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞു കിട്ടും, 180 ഡിഗ്രി എന്ന് പറഞ്ഞു കിട്ടും. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്ക്, 90 പ്ലസ് 90 എന്താ കിട്ടുക, 180 അല്ലേ. അപ്പോൾ എന്തെന്ന് പറഞ്ഞു കിട്ടുമോ, തീറ്റ പ്ലസ് 180 മൈനസ് ഓഫ്, ഇവിടുന്നും മൈനസ് കോമൺ എടുക്കുക, ഇവിടുന്നും മൈനസ് കോമൺ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ വരിക, മൈനസ് ഓഫ് θ1 പ്ലസ് എന്തെന്ന് പറഞ്ഞ് എഴുതാം, θ2 ഈസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞ് എഴുതാം, 180 ഡിഗ്രി എന്ന് പറഞ്ഞ് എഴുതാം. ഈ 180 ക്യാൻസൽ ആയി പോയില്ലേ, 180 ക്യാൻസൽ ആയത്, ബാക്കി എന്താ വരിക, തീറ്റ ഈസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞ് കിട്ടുമോ, θ1 പ്ലസ് θ2, തീറ്റ ഈസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞ് കിട്ടും, θ1 പ്ലസ് θ2. ഈ ആംഗിൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ആംഗിൾ കണ്ടാ നിങ്ങൾ, ഈ ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് നിന്ന് മെഷർ ചെയ്ത ആംഗിളും സെക്കൻഡിൽ നിന്ന് മെഷർ ചെയ്ത ആംഗിളും എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു θ1 പ്ലസ് θ2. നമ്മളെ എയിം എന്താണ്, നമ്മളെ എയിം എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് കണ്ടില്ലേ നിങ്ങൾ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ പോയിന്റിൽ നിന്ന് എയിൽ നിന്ന് എമ്മിലോട്ടുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ബിയിൽ നിന്ന് എമ്മിലോട്ടുള്ള ഡിസ്റ്റൻസ്, അത് കാണലാണ് നമ്മളെ എയിം. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾക്കറിയാം ദിസ് ഈസ് ആംഗിൾ ആൻഡ് ഈ ബി എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ആംഗിൾ വരും. ദിസ് ഈസ് ആർക്ക് ലെങ്ത് ആൻഡ് ഈ എ എം എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, എ എം എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് നോക്ക് നിങ്ങൾ, എ എം എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് അത് റേഡിയസ് ആക്കി എടുക്കാം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക, ദാറ്റ് ഈസ് ദിസ് ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് എന്താ, ബി ആ വരിക, തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് എന്താ, ഈ ഡിസ്റ്റൻസിനെ ഞാൻ എസ് എന്ന് പറഞ്ഞു കൊടുത്ത്, ഈ ഡിസ്റ്റൻസിനെ ഞാൻ എസ്, എ ടു എം എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസിന് ഞാൻ എസ് എന്ന് പറഞ്ഞു കൊടുത്തു. എന്ന് പറഞ്ഞാൽ ബി ഡിവൈഡഡ് ബൈ ബി എന്ന് പറഞ്ഞാൽ ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് എസ് എന്ന് പറഞ്ഞു വരും. ശ്രദ്ധിക്കണേ, എന്ന് പറഞ്ഞാൽ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ എന്താ വരിക, ദാറ്റ് ഈസ് എസ് ഈസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞു ചെയ്താ, ബി ഡിവൈഡഡ് ബൈ തീറ്റ എന്ന് പറഞ്ഞു എഴുതാം. എസ് ഈസ് ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ തീറ്റ എന്ന് പറഞ്ഞു എഴുതാം. എന്ന് പറഞ്ഞാൽ എസ് ഈസ് ഈക്വൽ ടു ഫൈനൽ ഇക്വേഷൻ എന്തെന്ന് പറഞ്ഞു വരൂ, ബി ഡിവൈഡഡ് ബൈ തീറ്റൻ്റെ പകരം നിങ്ങൾക്ക് എന്ത് ചെയ്താ, തീറ്റ ഈസ് ഈക്വൽ ടു θ1 പ്ലസ് θ2 എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടും. എർത്തിലെ ഡിസ്റ്റൻസ് അല്ലേ അത്, θ1 നിങ്ങൾ ഫസ്റ്റ് മെഷർ ചെയ്ത ആംഗിൾ അത് നിങ്ങൾക്കറിയാം, θ2 എന്നുള്ളത് നിങ്ങൾ സെക്കൻഡ് മെഷർ ചെയ്ത ആംഗിൾ അത് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ അൺനോൺ ഡിസ്റ്റൻസ് ആയ എസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാം. ദിസ് ഈസ് ദ പാരലാക്സ് മെത്തേഡ് ഫോർ ഫൈൻഡിങ് ദ ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എസിൻ്റെ വാല്യൂ കിട്ടും. ദിസ് ഈസ് ദ പാരലാക്സ് മെത്തേഡ് ഫോർ ഫൈൻഡിങ് ദ ഡിസ്റ്റൻസ്. ഓക്കെ, ജസ്റ്റ് ആ ഫോർമുല മാത്രമേ അപ്ലൈ ചെയ്തുള്ളൂ. ദിസ് ഈസ് ഏത് ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്തത്, ദാറ്റ് ഈസ് ആംഗിൾ ഈസ് ഈക്വൽ ടു ഈ ഫോർമുല ജസ്റ്റ് അവിടെ അപ്ലൈ ചെയ്താൽ മതി. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ എന്തെന്ന് പറഞ്ഞു വരാം, റേഡിയസ്. Okay, this is the parallax method for finding the distance indirectly. Okay, നെക്സ്റ്റ് കുറച്ച് സബ് മൾട്ടിപ്പിൾ ടേംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ശ്രദ്ധിച്ചോ, നിങ്ങൾ കേട്ടത് തന്നെ ആയിരിക്കും. സെൻറ്റി എന്ന് പറഞ്ഞാൽ വരിക 10⁻⁻2 എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞാൽ ഇതാ
10⁻² മീറ്റർ എന്ന് പറഞ്ഞ ഇതാം. 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 10⁻² മീറ്റർ എന്ന് പറഞ്ഞ ഇതാം. നെക്സ്റ്റ് വൺ നോക്ക്, മില്ലി എന്ന് പറഞ്ഞാൽ എന്താ വരിക, 10⁻³ എന്ന് പറഞ്ഞ ഇതാം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശ്രദ്ധിച്ചോ, 1 മില്ലിമീറ്ററിനെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഡിനോട്ട് ചെയ്യുക. 1 മില്ലിമീറ്റർ ഈസ് ഈക്വൽ ടു 10⁻³ മീറ്റർ. അതുപോലെ അടുത്ത ടേം ഏതാണ്, മൈക്രോമീറ്റർ ഓർ മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താ വരിക, 10⁻⁻6. മൈക്രോ നിങ്ങൾ എവിടെ കണ്ടാലും അതിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 10⁻⁻6 എന്ന് പറഞ്ഞാൽ എന്താ വരിക, 1 മൈക്രോനെ നിങ്ങൾ ഡിനോട്ട് ചെയ്യുക മ്യൂ എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ് കേട്ടോ. 1 മൈക്രോമീറ്റർ ഈസ് ഈക്വൽ ടു 10⁻⁻6 മീറ്റർ. 1 മൈക്രോമീറ്റർ ഈസ് ഈക്വൽ ടു 10⁻⁻6 മീറ്റർ. നെക്സ്റ്റ് ടേം വരുന്നത് ഏതാ, നാനോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ അതിനെ 10⁻⁻⁻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പൈക്കോ നിങ്ങൾ കണ്ടാൽ 10⁻12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഫെംറ്റോ നിങ്ങൾ കണ്ടാൽ 10⁻15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്ന് പറഞ്ഞാൽ 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ വരിക, 1 നാനോമീറ്റർ ഈസ് ഈക്വൽ ടു 10⁻⁹ മീറ്റർ. 1 നാനോമീറ്റർ ഈസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞാൽ എഴുതണം, 10⁻⁹. ഒരു പൈക്കോ എന്ന് പറഞ്ഞു വന്നാലോ, 1 പൈക്കോമീറ്റർ ഈസ് ഈക്വൽ ടു 10⁻12 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇതാം. 1 ഫെംറ്റോമീറ്റർ ഈസ് ഈക്വൽ ടു 10⁻15 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇതാം. ഓക്കെ, അതുപോലെ രണ്ട് ടേമുകൾ ശ്രദ്ധിച്ചോ. 1 മൈക്രോൺ എന്ന് പറഞ്ഞാൽ എത്ര വരിക, 1 മൈക്രോൺ ഈസ് ഈക്വൽ ടു 10⁻⁻6 മീറ്റർ. 1 മൈക്രോൺ എന്ന് പറഞ്ഞാൽ എത്ര വരിക, 10⁻⁻6 എന്ന് പറഞ്ഞു വരാം. അതുപോലെ 1 ആങ്സ്ട്രോം നിങ്ങൾ അറ്റോമിക് ലെവലിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ആങ്സ്ട്രോം എന്ന് പറഞ്ഞിട്ടുള്ള ടേം. ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, 1 ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ 10⁻⁻10 മീറ്റർ ആണ്. മനസ്സിലാക്കി വെക്കണേ. 1 ആങ്സ്ട്രോം A⁻0 എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു 10⁻⁻10 മീറ്റർ. 1 ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ 10⁻⁻10 മീറ്റർ എന്ന് പറഞ്ഞ ഇതാ. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ മാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, മാസിൻ്റെ SI യൂണിറ്റ് ഏതാ വരിക, കിലോഗ്രാം ആണ് ഏതെന്ന് പറഞ്ഞാൽ, കിലോഗ്രാം ആണ് SI യൂണിറ്റ് ഓഫ് മാസ്. വേറെ യൂണിറ്റുകൾ ഏതല്ല, ഗ്രാം എന്ന് പറഞ്ഞാൽ CGS യൂണിറ്റ്, അതായത് മാസിൻ്റെ CGS യൂണിറ്റ് ആണ് ഏതെന്ന് പറഞ്ഞാൽ ഗ്രാം. കിലോഗ്രാമും ഗ്രാമും മാത്രമല്ല, വേറെയും പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് യൂണിറ്റുകളും ആര് യൂസ് ചെയ്യലുണ്ട്, മാസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യലുണ്ട്. ശ്രദ്ധിച്ചോ, അതിലെ ഫസ്റ്റ് വൺ ആണ് ഏതെന്ന് പറഞ്ഞാൽ 1U എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് അറ്റോമിക് മാസാണ്. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കൂട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ. യൂണിഫൈഡ് അറ്റോമിക് മാസ്, അറ്റോമിക് ലെവലിൽ മാസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആര് യൂസ് ചെയ്യുക, യു എന്ന് പറഞ്ഞ ടേം, യൂണിഫൈഡ് അറ്റോമിക് മാസ്. യൂണിഫൈഡ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ ആറ്റത്തിൻ്റെ, അതായത് കാർബൺ 12 ഐസോട്ടോപ്പ് ആറ്റത്തിൻ്റെ 1/12 മാസിനെയാണ് നിങ്ങൾ എന്തെന്ന് പറഞ്ഞ് വിളിക്കുന്നത്, 1 യൂണിഫൈഡ് അറ്റോമിക് മാസ്. 1/12 ഓഫ് ദ മാസ് ഓഫ് ആറ്റം ഓഫ് കാർബൺ 12. കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ ആറ്റത്തിൻ്റെ 1/12 ഓഫ് മാസിനെയാണ് നിങ്ങൾ എന്തെന്ന് പറഞ്ഞ് വിളിക്കുക, യൂണിഫൈഡ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞ് വിളിക്കുക. അതുപോലെ നെക്സ്റ്റ് വേറെ ഒരു യൂണിറ്റ് ആണ് ഏതെന്ന് പറഞ്ഞാൽ ചന്ദ്രശേഖർ യൂണിറ്റ്. ചന്ദ്രശേഖർ ഇന്ത്യക്കാരനായ ഒരു സയൻറ്റിസ്റ്റാണ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ. വെരി ഹെവി മാസുകൾ അതായത് സെലസ്റ്റിയൽ ബോഡീസിൻ്റെ ഒക്കെ മാസിനെ മെഷർ ചെയ്യലാണ് ചന്ദ്രശേഖർ യൂണിറ്റിൽ വരിക. അതായത് 1.4 ടൈംസ് ദ മാസ് ഓഫ് സണ്ണിനെയാണ് നിങ്ങൾ എന്തെന്ന് പറഞ്ഞ് വിളിക്കുന്നത്, ചന്ദ്രശേഖർ യൂണിറ്റ്. 1.4 ടൈംസ് ദ മാസ് ഓഫ് സൺ എന്ന് പറഞ്ഞാൽ 1 ചന്ദ്രശേഖർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു 2.8 × 10⁻30 കിലോഗ്രാം. അപ്പം ചന്ദ്രശേഖർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ യൂണിറ്റാണ്, മാസിൻ്റെ. ഹെവി മാസുകളെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ ഹെവി ലോഡഡ് വെഹിക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, ഹെവി ലോഡഡ് വെഹിക്കിൾസ് ഒക്കെ നമ്മൾ മെട്രിക് ടണ്ണ് അല്ലെങ്കിൽ കിൻഡലിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ. മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ എന്താ, 1 മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വെച്ചോളൂ,
1000 കിലോഗ്രാം 1000 കിലോഗ്രാമിനെയാണ് നിങ്ങൾ ഒരു മെട്രിക് ടൺ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. 1000 കിലോഗ്രാമിനെയാണ് നിങ്ങൾ എന്തെന്ന് പറഞ്ഞ് വിളിക്കുന്നത്? ഒരു മെട്രിക് ടൺ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അതുപോലെ ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 100 കിലോഗ്രാമിനെയാണ് നിങ്ങൾ എന്തെന്ന് പറഞ്ഞ് വിളിക്കുക? 100 കിലോഗ്രാം ഈസ് നോൺ ആസ് എ കിൻഡൽ. ഓക്കെ.